പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷം നേടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മഹാവിജയം നേടിയ UDF MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഊള MLA ആയി മാറും എന്ന കണ്ടെത്തലുമായിട്ടാണ് ഇപ്പോൾ അവിടെയുള്ള ഒരു SDPI പ്രവർത്തകൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ച കാര്യം എന്താണെന്നറിയാം. SDPIയുടെ വോട്ട് തനിക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ SDPI വോട്ട് കണ്ടല്ല താൻ വിജയിച്ചത് എന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. ആദ്യമായി നമുക്ക് ഈ ഊള SDPIക്കാരന്റെ പ്രസക്തമായ വാക്കുകൾ ഒന്ന് കേൾക്കാം. പാലക്കാട് SDPIയുടെ വോട്ട് കിട്ടിയില്ല എന്ന് രാഹുൽ മാങ്കൂട്ടം. മിസ്റ്റർ രാഹുൽ, മിനിമം ഒരു രാഷ്ട്രീയ മര്യാദയെങ്കിലും കാണിക്കണം. നിങ്ങൾ മിനിമം ഒരു രാഷ്ട്രീയ മര്യാദ. ഇലക്ഷന്റെ മുമ്പ് പത്രമാധ്യമങ്ങൾ ചോദിച്ചു രാഹുലിനോട്, അപ്പൊ കടന്ന് ബബ്ബബ്ബ അടിച്ചതേ സമൂഹം കണ്ടതാണ്. അങ്ങനെ ബബ്ബബ്ബയായിരുന്നു താങ്കളുടെ മറുപടി അന്നിങ്ങനെ പറഞ്ഞത്. ആ SDPIന്റെ വോട്ട് താങ്കൾക്ക് മറിച്ചു തന്നതൊന്നുമല്ല. അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തെറ്റി. SDPIയുടെ നിലപാട് ഇലക്ഷന്റെ മുമ്പ് വളരെ വ്യക്തമായി വാർത്താ സമ്മേളനത്തിൽ അവരുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കാര്യം ആലോചിച്ചോളും, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സംഘപരിവാറിന് നിയമസഭാ സാമാജികൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് രാഹുലെ താങ്കളെ പരിഗണിച്ചത്. ഈ കില്ലപ്പട്ടികൾ ആരെ എന്തെന്ന് നോക്കാതെ ആരെ കണ്ടാലും കുരയ്ക്കും. ആദ്യമൊക്കെ നാം അതിനെ അവഗണിക്കും, പിന്നീട് ശല്യം കൂടുമ്പോൾ ഒരു കല്ലെടുത്തെറിയും. എന്നിട്ടും ശരിയായില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ പട്ടിപിടുത്തക്കാരനെ വിളിച്ച് ഇതിനെ പിടിപ്പിച്ച് കൂട്ടിൽ കൊണ്ടേ അടപ്പിക്കും. ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് SDPIക്കാരുടെയും അവസ്ഥ. നാട്ടിലുള്ള എല്ലാവരെയും നോക്കി ഇവരങ്ങ് കുരയ്ക്കും. പാലക്കാട് സംഭവിച്ചത് എന്താണെന്ന് നോക്കുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പായ നിമിഷത്തിൽ തന്നെ UDF കേന്ദ്രങ്ങളോ കോൺഗ്രസ് കേന്ദ്രങ്ങളോ ആഹ്ലാദ പ്രകടനത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ടൗണിൽ ഇറങ്ങി 8-10 പേരെ കൂട്ടി അവരൊരു പ്രകടനം നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്? രാഹുലിനെ ജയിപ്പിച്ചത് തങ്ങളാണെന്ന അവകാശവാദം ഉന്നയിക്കുവാൻ വേണ്ടിയാണ് SDPI ഈ പ്രകടനം നടത്തിയത്. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും VD സതീശനും K സുധാകരനും എല്ലാം മാധ്യമങ്ങളിലൂടെ ലോകത്തോട് പറഞ്ഞിരുന്നു ഒരു വർഗീയവാദിയുടെയും വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന്. എന്നിട്ടും SDPI അങ്ങ് സഹായിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച് UDFനെ ഉദ്ധരിക്കാൻ കൂടെ നിന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെയും വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് വീഴും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആളുകളുടെ വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് വീഴും. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ സംഘപരിവാർ അജണ്ടകളുടെ പരാജയം ഉറപ്പുവരുത്തുവാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്തു. എന്നാൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഏറ്റവും അധികം ഒരു രാഷ്ട്രീയ പതാകയ്ക്ക് കീഴിൽ കേരളത്തിൽ അണിനിരത്താൻ സാധിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ്. മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാക്കളായ തങ്ങൾ കുടുംബത്തിലെ അംഗങ്ങളും ഈ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗിന്റെ യുവമുഖം PK ഫിറോസും എല്ലാം പാലക്കാട് മണ്ഡലത്തിൽ തമ്പടിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് നാം കണ്ടതാണ്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ മൂലം മതേതര പാരമ്പര്യം സംരക്ഷിക്കുവാനുള്ള ജനാധിപത്യ വിശ്വാസികളുടെ ആഗ്രഹം മൂലമെല്ലാമാണ് ന്യൂനപക്ഷ വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെട്ടത്. പക്ഷേ SDPI ഇപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നും അവരുടെ പ്രവർത്തനം കൊണ്ടായിട്ടാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു കയറിയത്. അങ്ങനെയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ, അല്ലെങ്കിൽ പ്രചരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ തന്നെയാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ച രാഹുൽ മാങ്കൂട്ടം അസന്ദിഗ്ധമായി മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു SDPIക്കാരന്റെയും വർഗീയവാദിയുടെയും വോട്ട് കിട്ടിയിട്ടല്ല താൻ വിജയിച്ചതെന്ന്. ഇവിടെ ഈ കുരയ്ക്കുന്ന SDPIക്കാർ ഒന്ന് ഓർക്കണം, ഇതിനേക്കാൾ ഉരക്ക കുറച്ചവരാണ്, ഇതിനേക്കാൾ നാട്ടുകാർക്ക് നേരെ കടിക്കാൻ ചാടി കുതിച്ചവരാണ് നിങ്ങളുടെ മാതൃസംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നവർ. ഒരു സുപ്രഭാതത്തിൽ NIA സംഘം വന്നിറങ്ങി നിരത്തിക്കൊണ്ടു പോയതോടുകൂടി സംഘടന നിരോധിക്കപ്പെട്ടു. സംഘടനയുടെ കുരയ്ക്കുന്ന പട്ടികൾ പലരും ഇന്ന് തീഹാർ ജയിലിലാണ്. ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് SDPIക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, പ്രിയപ്പെട്ട SDPI സുഹൃത്തുക്കളെ, നോക്കിയും കണ്ടും കുരയ്ക്കുക. ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.